ഓക്കെ. അവസാനത്തെ 30 മിനിറ്റ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ പടം നല്ലതാ, രസമുണ്ട്. ഒരു അഡ്വഞ്ചർ എന്നാ ഋഷഭ് ഷെട്ടി ഗ്യാങ് അവര് കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് കൈയടക്കിയിട്ടുണ്ട്. പിന്നെ എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ്. അടിപൊളി പടം, ഒരു രക്ഷയില്ല. ഒരു പതിറ്റാണ്ടിന്റെ സിനിമ എന്നൊക്കെ പറയൂലേ, അവര് ക്ലൈമാക്സ് ഒന്നല്ല, ഫുൾ ക്ലൈമാക്സ്. ഒരു എപ്പിക് ആണല്ലേ പടം? എപ്പിക്. ഓക്കെ. അല്ല, എങ്ങനെ ഡയറക്ഷൻ മേക്കിംഗ് ഒക്കെ ആണ് ചേട്ടാ? കൂടുതലൊന്നും പറയാനില്ല, പോയി കാണാന്നല്ലാതെ അടിപൊളി. ഒരു മേക്കിങ്ങും ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി, നല്ലോണം പണിയറിയാം. ഓക്കെ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര തിയേറ്ററിൽ തന്നെ കാണാം. ഓക്കെ. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളി. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? എല്ലാവരുടെ അഭിനയവും കാര്യങ്ങളൊക്കെ? പടം കാന്താര തീ, കാട്ടു തീ പടം. കാട്ടു തീ എന്ന് വെച്ചാൽ തീ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പടം എന്ന് പറഞ്ഞാൽ ഇതാണ് പടം. എന്റെ അമ്മയെ എന്താ സാധനം. ഫസ്റ്റ് ഒന്നും അല്ല, സെക്കൻഡ് വേറെ ലെവല്. ഋഷഭ് ഷെട്ടിയുടെ അരിഞ്ഞാട്ടം, കാട്ടു തീ പടം. ഭയങ്കര ഇത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗും കാര്യങ്ങളുണ്ട്, പ്ലോട്ട് സെറ്റ് ചെയ്യുന്ന ലാഗൊക്കെ ഉണ്ട്. ഇന്റർവൽ ബ്ലോക്ക് സൂപ്പർ ബ്ലോക്കാണ്. പിന്നെ അങ്ങോട്ട് എന്താ ഋഷഭ് ഒരു രക്ഷയില്ല. മരണമാസം രക്ഷയില്ലാത്ത സിനിമയാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. തിയേറ്ററിലല്ല ഒന്നും കണ്ടാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അത്ര സൂപ്പർ. ഒരു വാക്ക് പറയും, വിഷ്വൽ ക്വാളിറ്റി എന്ത് ടെക്നിക്കലായിട്ടും അഭിനയമാണെങ്കിൽ രാഷ്ട്രീയ നടന്നുകൊണ്ട് നമുക്ക് സിനിമ കാണാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ ആരും ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട സിനിമയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒരു രക്ഷയില്ല സിനിമ. നമ്മളിപ്പോൾ ഫസ്റ്റ് കാണാനായിരുന്നു അത് ലെവൽ വെച്ച് അപ്പുറം ലെവൽ. ഒരു ബാഹുബലി ലെവൽ നമ്മൾ പറയുമായിരുന്നു 2015 കാന്താര ലെവൽ. അമ്മാരി പടം. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? പടത്തിന് VFX കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്, സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ വേറെ ലെവലിൽ സാധനം. സെക്കൻഡ് ഹാഫ് ഒന്നും പിടിച്ചു നിൽക്കാക്കില്ല, കിട്ടുന്ന സാധനം. പടം എവിടെ ഇருக்கு? എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എവിടെ ഇருக்கு? ചേട്ടാ എങ്ങനെയുണ്ട്? ഓക്കെ. പടം എവിടെ ഇருக்கு? ഓക്കെ. ഈ ഇടയ്ക്ക് ഇറങ്ങിയ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്നേരം 1 വെച്ച് നോക്കുമ്പോഴത്തേക്കും അല്ല കണ്ട് ക്ലാസിക് പടമാണ്, എന്നാലും അത്രയും പിടിച്ചിരുത്തി വിചാരിച്ചില്ല, ഇത്ര വരുന്നത് വിചാരിച്ചില്ല. കൊള്ളായിരുന്നു. പാട്ട് അടിപൊളി പടം, തിയേറ്ററിൽ തന്നെ വന്നിരുന്നതാണ്. ഇത് 1000 കോടിക്ക് മേളിൽ കിട്ടുമെങ്കിലേ ഉള്ളൂ. അമ്മാര് പെർഫോമൻസ് നല്ല പടം. ലൈക്ക് ഫസ്റ്റ് പാർട്ട് എങ്ങനെയായിരുന്നോ ആ ഒരു മീറ്ററിനെ കാട്ടി ഒരു 10 ഇരട്ടി കൂടുതലുണ്ട് ഈ സെക്കൻഡ് പാർട്ട്. ലൈക്ക് ആ ഒരു ബഡ്ജറ്റ് എന്താണോ ഇറക്കിയ അത് ഫുൾ ഹൈ സ്കെയിലിൽ എടുത്തിട്ടുണ്ട്. കാസ്റ്റിംഗ് എല്ലാം പക്കയായിട്ടുണ്ട്, പെർഫോമൻസ് എല്ലാം നൈസ്. എക്സ്പെക്ടേഷൻ മീറ്റ് കൊള്ളാം, നൈസ്. സെക്കൻഡ് ഹാഫിന് ശേഷം പടം വേറെ ട്രാക്ക് സെറ്റ്. ക്ലൈമാക്സ് ഒക്കെ എടുത്ത് വെച്ചിരുന്ന രീതി എന്ന് വെച്ചാൽ ഇയാൾ എങ്ങനെ ഈ ആക്ടിങ് കൂടെ ഡയറക്ഷൻ കൂടെ എങ്ങനെ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അത്രയ്ക്ക് സെറ്റാണ്, അത്രയ്ക്ക് സെറ്റ്. സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. അവസാനം ഒരു 20 മിനിറ്റ് കണ്ണെടുക്കാൻ സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കും. സംഭവം വേറെ ഒന്നുമല്ല. പ്രശാന്ത് നീലിന്റെ KGF പോലെ, രാജമൗലിക്ക് ബാഹുബലി പോലെ, ഋഷഭ് ഷെട്ടിക്കുള്ള ഒരു കൊണ്ടുപടി തന്നെയാണ് കാന്താര. കാന്താര ഫസ്റ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇത്. 2 കണച്ചോട്ടതല്ല, 2-2ആണ്. അതുപോലെ തന്നെയാണ്. കാരണം മാക്സിമം കാര്യങ്ങളും എല്ലാം ഒരു രക്ഷയില്ല, കിട്ടുന്ന സാധനം. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ലെവലിലൊക്കെയാണ് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫ് കൊള്ളാം. സംഭവിച്ചാൽ മാക്കിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നിപ്പോയി. എത്രയോ കാലത്തിന് ശേഷം ജയറാമിന് ഒരു നല്ല റോള് കിട്ടിയ ഒരു സന്തോഷമുണ്ട്. വേറെ ഒന്നുമില്ല. പടം പാർട്ട് 2 ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒരു ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു മോശം പടം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഇതൊരു വേറെ റേഞ്ച് പടമൊന്നുമല്ല. പടം കൊള്ളാം, മോശമൊന്നുമല്ല.